തിരുദൂതരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ കാണാൻ പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ പ്രതീക്ഷ അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവേ, ഹബീബിന്റെ മുഖമൊന്ന് കാണാൻ, പുണ്യപൂമാന്റെ ആ പുണ്യപൂമുഖമൊന്ന് കാണാൻ, മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിലൂടെ അവിടുത്തെ മുഖമൊന്ന് ദർശിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഈ സുദിനത്തില്, ഈ ആദ്യത്തെ രാത്രിയില് അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ അവിടുത്തോടുള്ള സ്നേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഇവിടെ ഇന്ന് പ്രസംഗിച്ചവര് മുഴുവനും അതാ പറഞ്ഞത്, ഇവിടെ ഇന്ന് സംസാരിക്കുന്നവരും പറയുന്നത് അതാണ്. അല്ലാഹുവേ, ആ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബിയുടെ മുഖമൊന്ന് കാണാൻ, അവിടുത്തെ മുഖമൊന്ന് ദർശിക്കാൻ, സ്വപ്നത്തിൽ അവിടുത്തെ ഒന്ന് കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആഗ്രഹിച്ചവർക്ക് സാധ്യമായിട്ടുണ്ടല്ലോ, അങ്ങനെ ആഗ്രഹിച്ചവർക്കൊക്കെ സാധ്യമായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് മുത്തുനബിയോട് കൂടെ നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്, അവിടുത്തെ ശുപാർശ കൊതിക്കുന്നവരാണ്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇല്ലആയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبتهي والحبيب العربي. അവിടുത്തെ ഒന്ന് കാണാനും അവിടുത്തെ ശഫാഅത്തിൽ കൂടാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യർ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? അശ്ശഫാഅത്ത് ഹബ്ലനാ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ. വാഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി. അവിടുത്തെ ശഫാഅത്ത് കിട്ടാതിരുന്നാൽ ഞങ്ങൾ വലിയ നഷ്ടക്കാരാണ്. അവിടുത്തെ ശഫാഅത്ത് കിട്ടാതിരുന്നാൽ ഏറ്റവും വലിയ നഷ്ടമാണ്, നാശമാണ്. അതുകൊണ്ട് നബിയേ, അങ്ങയുടെ ശഫാഅത്തിൽ ഞങ്ങൾക്ക് ഇടം നൽകണേ എന്ന് മനസ്സുരുകി തേടാത്തവരാരുണ്ട്? ആ ഒരു ശഫാഅത്ത് കൊതിക്കാത്തവരാരാണുള്ളത്? ആ ഒരു ശഫാഅത്തിന് വേണ്ടി യാചിക്കാത്തവരാരുണ്ട്? എന്നാൽ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ സാധ്യമാകുന്ന ഒരു